നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കൊറോണ കാരണം എല്ലാവരും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളെ ആശ്രയിക്കുകയാണ്. വിക്ടേഴ്സ് ചാനലിലൂടെ വളരെ നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകൾ കടന്നു പോകുന്നു. പാഠങ്ങൾ ചുരുക്കി എളുപ്പത്തിൽ ടോപ്പിക്സ് റിവൈസ് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് കടന്നാലോ? ചാപ്റ്റർ 2 മ്യാൻമാർഗ്, അറിവിലേക്കുള്ള വഴി. ഈ പാഠം ഒരു ഏകാഗിയാണ്. ഏകാഗി എന്ന് വെച്ചാൽ നാടകം. അസ്ഗർ വസാഹത്താണ് എഴുതിയത്. അറിവ് ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് അസ്ഗർ വസാഹത്ത് ഈ പാഠത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. തൻ്റെ അറിവിൽ അഹങ്കരിച്ച് ആപത്തിൽപ്പെടുന്ന 3 രാജകുമാരന്മാരുടെ കഥയാണിത്. മൂവരും ഗുരുകുലത്തിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം ഒരു കൊടും കാടിലൂടെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. സ്വയം അറിവിനെ പുകഴ്ത്തി തർക്കത്തിലാകുന്ന ഇവർ ആർക്കാണ് യഥാർത്ഥത്തിൽ കൂടുതൽ അറിവെന്ന് പരീക്ഷിക്കാനുള്ള തീരുമാനത്തിലെത്തുന്നു. രണ്ടാമത്തെ രാജകുമാരൻ ഒരു മൃഗത്തിൻ്റെ എല്ല് കാണുകയും അത് സിംഹത്തിൻ്റെ എല്ലാണെന്ന് അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ച് പ്രവചിക്കുന്നു. ഇത് കേട്ട മൂന്നാമത്തെ രാജകുമാരൻ ഇത് വെറും നിസ്സാരമായ കാര്യമാണെന്ന് പറഞ്ഞ് മന്ത്രം ചെയ്ത് ആ എല്ലിൻ മുകളിൽ മാംസവും രക്തവും തൊലിയും വരുത്തുന്നു. ഒന്നാമത്തെ രാജകുമാരൻ തൻ്റെ അറിവാണ് ഇവരെക്കാൾ ശ്രേഷ്ഠമെന്ന് തെളിയിക്കാൻ സിംഹത്തിന് ജീവൻ നൽകുകയും ചെയ്യും. സിംഹത്തെ ഭയന്ന് ഓടുന്ന ഇവർ പിന്നീട് കാണുന്നത് ഇവരുടെ ഗുരുവിനെയാണ്. അറിവിന്മേലുള്ള ഇവരുടെ അഹങ്കാരം മനസ്സിലാക്കിയ ഗുരു മൂവരെയും പിന്തുടരുകയായിരുന്നു. ഗുരു മന്ത്രം ചൊല്ലി ആ സിംഹത്തെ ഒരു ആടായി മാറ്റുകയും ചെയ്യും. ഗുരു രാജകുമാരന്മാരോട് പറയും, മറ്റുള്ളവരുടെയോ സ്വയം നാശത്തിനോ കാരണമായ അറിവല്ല, അജ്ഞതയാണ്. അറിവ് എല്ലാവരുടെയും നന്മയ്ക്കുള്ളതാണെന്ന് ഗുരു രാജകുമാരന്മാരെ പഠിപ്പിക്കുന്നു. മ്യാൻമാർഗ്, അറിവിലേക്കുള്ള വഴി. 3 राजकुमार गुरुकुल में अपनी पढ़ाई पूरी करने के बाद घर लौट रहे हैं. तीनों घने जंगल से गुजर रहे हैं. 3 രാജകുമാരന്മാർ ഗുരുകുലത്തിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. 3 പേരും കൊടും കാട്ടിലൂടെ കടന്നു പോവുകയാണ്. ലോട്ട് രഹേ ഹേ, തിരിച്ചു പോവുകയാണ്. ഘനെ ജംഗൽ, കൊടും കാട്. ഗുസർ രഹേ ഹേ, കടന്നു പോവുകയാണ്. രാജ്കുമാർ 1, हम तीनों इस बात पर गर्व कर सकते हैं कि हमने ज्ञान प्राप्त कर लिया है. നമുക്ക് 3 പേർക്കും അഭിമാനിക്കാൻ കഴിയും, കാരണം നമ്മൾ അറിവ് നേടിയിരിക്കുന്നു. രാജ്കുമാർ 2, संसार में कितनी कम लोगों को यह सौभाग्य प्राप्त होता है. ലോകത്തിൽ എത്ര കുറച്ച് ആളുകൾക്ക് ഈ സൗഭാഗ്യം കിട്ടാറുള്ളൂ. രാജ്കുമാർ 3, पर हम सबका ज्ञान बराबर नहीं है. പക്ഷേ നമ്മുടെ അറിവ് ഒരുപോലെയല്ല. ഗർവ്, അഭിമാനം. പ്രാപ്ത്, നേടുക. സൻസാർ, ലോകം. കം, കുറച്ച്. സൗഭാഗ്യം. സബ്ക, എല്ലാവരുടെയും. ബറാബർ, തുല്യം. രാജ്കുമാർ 1, ക്യാ മത്ലബ് ഹേ തുമാരാ? എന്താണ് നീ പറയുന്നതിൻ്റെ അർത്ഥം? രാജ്കുമാർ 3, മേരാ ജ്ഞാൻ തും ദോനോ കെ ജ്ഞാൻ സെ അധിക് ഹേ. എൻ്റെ അറിവ് നിങ്ങൾ 2 പേരെക്കാളും കൂടുതലാണ്. രാജ്കുമാർ 1, कैसी मूर्खता वाली बातें कर रहे हो? मैं तुम दोनों से बड़ा हूँ. मेरे ही पास ज़्यादा ज्ञान है. എന്തൊരു വിഡ്ഢിത്തമാണ് പറയുന്നത്. ഞാൻ നിങ്ങൾ 2 പേരെക്കാളും വലിയതാണ്. എൻ്റെ അടുത്താണ് കൂടുതൽ അറിവുള്ളത്. രാജ്കുമാർ 2, मैं तो गुरुकुल आने से पहले भी पढ़ता था. मेरा ज्ञान तुम दोनों से ज़्यादा है. ഞാനാകട്ടെ ഗുരുകുലത്തിൽ വരുന്നതിന് മുൻപ് പഠിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അറിവ് നിങ്ങൾ 2 പേരെക്കാളും കൂടുതലാണ്. മത്ലബ്, അർത്ഥം. തുമ്ഹാര, നിങ്ങളുടെ. തും ദോനോ, നിങ്ങൾ 2 പേരും. അധിക്, അധികം. മൂർഖത വാലി, വിഡ്ഢിത്തം നിറഞ്ഞ. ജ്യാദ, അധികം. ആനെ സെ പെഹ്ലെ, വരുന്നതിന് മുൻപ്. രാജ്കുമാർ 1, मेरे पिता बहुत बड़े ज्ञानी है. उनका पुत्र होने के नाते मैं तुम दोनों से ज़्यादा विद्वान हूँ. എൻ്റെ പിതാവ് വളരെ വലിയ ജ്ഞാനിയാണ്. അദ്ദേഹത്തിൻ്റെ പുത്രനായിരിക്കുന്നത് കാരണം ഞാൻ നിങ്ങൾ 2 പേരെക്കാൾ കൂടുതൽ പണ്ഡിതനാണ്. രാജ്കുമാർ 2, पिता से क्या होता है? मेरी तो माताजी देश की मानी हुई विदुषी है. मैं उनके पेट में 9 महीने रहा हूँ. तुम दोनों मेरा मुकाबला नहीं कर सकते. പിതാവിനെ കൊണ്ട് എന്താകാനാ? എൻ്റെ അമ്മ നാട്ടിലെ അംഗീകരിക്കപ്പെട്ട പണ്ഡിതയാണ്. ഞാൻ അവരുടെ വയറ്റിൽ 9 മാസം കിടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 2 പേർക്കും എന്നെ നേരിടാൻ കഴിയില്ല. രാജ്കുമാർ 3, मेरे घर के सेवक तक महापंडित है. तुम दोनों मेरे आगे मूर्ख हो. എൻ്റെ വീട്ടിലെ ജോലിക്കാർ വരെ മഹാപണ്ഡിതന്മാരാണ്.
നിങ്ങൾ രണ്ടുപേരും എൻ്റെ മുൻപിൽ വിഡ്ഢികളാണ്. പിത പിതാവ്, ബഹുത് വളരെ, കെ നാത്തെ കാരണം, വിദ്വാൻ പണ്ഡിതൻ, മാതാജി അമ്മ, വിദുഷി പണ്ഡിത, പേട്ട് മേ വയറ്റിൽ, മുക്കാബ്ല നേരിടാൻ, സേവക് ജോലിക്കാർ, മഹാപണ്ഡിത് മഹാപണ്ഡിതൻ, മൂർഖ് വിഡ്ഢി. രാജ്കുമാർ ഏക്, യഹി ബാത് ഹേ തോ ചലോ പരീക്ഷ ഹോ ജായേ. കാര്യം ഇങ്ങനെയാണെങ്കിൽ പരീക്ഷ നടത്താം. രാജ്കുമാർ തീൻ, യഹി ബാത് ഹേ തോ തും അപ്നാ ജ്ഞാൻ കാ പരിചയ ദോ. ഇതാണ് കാര്യമെങ്കിൽ നിങ്ങൾ സ്വന്തം അറിവ് പരിചയപ്പെടുത്തൂ. രാജ്കുമാർ ദോ, ജ്ഞാൻ കാ പരിചയ് ജ്ഞാനി കോ ദിയാ ജാത്താ ഹെ, മൂർഖോ കോ നഹി. അറിവ് പരിചയപ്പെടുത്തുന്നത് അറിവുള്ളവർക്ക് മുമ്പിലാണ്, വിഡ്ഢികൾക്കല്ല. രാജ്കുമാർ തീൻ, തും മേരാ അപ്മാൻ കർ രഹേ ഹോ. നിങ്ങൾ എന്നെ അപമാനിക്കുകയാണ്. രാജ്കുമാർ ഏക്, അപ്നെ ജ്ഞാൻ കാ പരിചയ ദോ, നഹി തോ ഹം തുംകോ ദണ്ഡ് ദേംഗെ. സ്വന്തം അറിവ് പരിചയപ്പെടുത്തൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. രാജ്കുമാർ ദോ ഇധർ ഉധർ ദേഖ്താ ഹെ, ഉസേ കിസി ജാൻവർ കി ഹഡ്ഡിയാ പടി ദിക്കായി ദേത്തി ഹെ. രണ്ടാമത്തെ രാജകുമാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അയാൾക്ക് ഏതോ മൃഗത്തിന്റെ എല്ലുകൾ കിടക്കുന്നതായി കാണപ്പെട്ടു. ചലോ നടക്കൂ, പരിചയ് പരിചയം, അപ്മാൻ അപമാനം, ദണ്ഡ് ദേംഗെ ശിക്ഷിക്കും, ഇധർ ഉധർ ഇവിടെയും അവിടെയും, ജാൻവർ മൃഗം, ഹഡ്ഡിയ എല്ലുകൾ. രാജ്കുമാർ ദോ, യേ ഹഡ്ഡിയ ദേഖ് രഹേ ഹോ. ഈ എല്ലുകൾ കാണുന്നുണ്ടോ? രാജ്കുമാർ ഏക്, ഹാ ഉണ്ട്. രാജ്കുമാർ ദോ, मैं अपने ज्ञान से बता सकता हूँ कि ये हड्डियाँ शेर की है. ഞാൻ എൻ്റെ അറിവ് കൊണ്ട് പറയുകയാണ്, ഈ എല്ലുകൾ സിംഹത്തിൻ്റെയാണ്. രാജ്കുമാർ തീൻ, ബസ് യേ तो मामूली बात है. मैं तो अपने ज्ञान से इन हड्डियों पर मांस, उनमें रक्त और उसके ऊपर खाल मट सकता हूँ. लो मैं मंत्र पढ़ता हूँ. ഇതൊരു നിസ്സാര കാര്യമാണ്. എനിക്കെന്റെ അറിവ് കൊണ്ട് ഈ എല്ലുകളിൽ മാംസവും അവയിൽ രക്തവും അവയ്ക്ക് മുകളിൽ ചർമ്മവും രൂപപ്പെടുത്താൻ കഴിയും. ദാ ഞാൻ മന്ത്രം ചൊല്ലുകയാണ്. രാജ്കുമാർ തീൻ മന്ത്ര പഠിത്താ ഹെ और शेर की हड्डियों पर मांस, उनमें रक्त और उसके ऊपर खाल आ जाती है. മൂന്നാമത്തെ രാജകുമാരൻ മന്ത്രം ചൊല്ലുന്നു. സിംഹത്തിന്റെ എല്ലുകളിൽ മാംസവും അവയിൽ രക്തവും അവയുടെ മുകളിൽ ചർമ്മവും വന്നു ചേരുന്നു. ഷേർ സിംഹം, മാമൂലി നിസാരം, മാംസ് മാംസം, ഖാൽ ചർമ്മം, മട്ട് സക്താ ഹൂം പൊതിയുവാൻ കഴിയും. രാജ്കുമാർ ഏക്, അരെ ഹാ യേ തോ ഹോ ഗയാ. അതെ, ഇതേതായാലും സംഭവിച്ചു. രാജ്കുമാർ തീൻ, മൂർഖോ അബ് തോ തും സംജേ മേ തും സബ്സെ ബഡാ വിദ്വാൻ ഹൂം. വിഡ്ഢികളെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാൻ നിങ്ങളെക്കാൾ വലിയ പണ്ഡിതനാണ്. രാജ്കുമാർ ഏക്, ലേക്കിൻ ക്യാ തും ഇസ്മേ പ്രാൺ ബി ഡാൽ സക്തേ ഹോ. പക്ഷേ നിങ്ങൾക്കെന്താ ഇതിന് ജീവൻ നൽകാൻ കഴിയുമോ? രാജ്കുമാർ തീൻ, നഹി പർ യേ തോ തും ബി നഹി കർ സക്തേ. ഇല്ല, പക്ഷേ ഇത് നിങ്ങൾക്കും കഴിയില്ലല്ലോ. രാജ്കുമാർ ഏക്, മേ ഇസ്മേ പ്രാൺ ബി ഡാൽ സക്താ ഹൂം. എനിക്കിതിന് ജീവൻ നൽകാൻ കഴിയും. രാജ്കുമാർ ദോ, പർ ഏസേ മത് കർണ. പക്ഷേ അങ്ങനെ ചെയ്യരുത്. രാജ്കുമാർ ഏക്, ക്യോ, എന്തുകൊണ്ട്? രാജ്കുമാർ ദോ, ഉസ്കെ ബാദ് ഷേർ ഹമേ ഖാ ജായേഗ. അതിനുശേഷം സിംഹം നമ്മെ തിന്നുകളയും. രാജ്കുമാർ ഏക്, पर मुझे तो सिद्ध करना है कि मैं तुम दोनों से बड़ा ज्ञानी हूँ. പക്ഷേ എനിക്ക് തെളിയിക്കണം, ഞാൻ നിങ്ങളെ രണ്ടുപേരെക്കാളും അറിവുള്ളവനാണ്. രാജ്കുമാർ തീൻ, നഹി നഹി ഷേർ ഹമേ ഖാ ജായേഗ. വേണ്ട വേണ്ട, സിംഹം നമ്മെ തിന്നുകളയും. राजकुमार एक मंत्र पढ़ता है और शेर जीवित हो जाता है. शेर दहाड़कर उनकी तरफ बढ़ता है. वे बचने की कोशिश करते हैं. ഒന്നാമത്തെ രാജകുമാരൻ മന്ത്രം ചൊല്ലുന്നു. സിംഹത്തിന് ജീവൻ വെക്കുന്നു. സിംഹം ഗർജിച്ചുകൊണ്ട് അവരുടെ നേരെ ചെല്ലുന്നു. അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പ്രാൺ ജീവൻ, മത് കർണ ചെയ്യരുത്, ഉസ്കെ ബാദ് അതിനുശേഷം, ഖാ ജായേഗ തിന്നുകളയും, സിദ്ധ് കർണ ഹെ തെളിയിക്കേണ്ടതുണ്ട്, ദഹാഡ്കർ ഗർജിച്ചുകൊണ്ട്, തരഫ് നേർക്ക്, ബച്നേക്കി രക്ഷപ്പെടാനുള്ള, കോശിഷ് ശ്രമം. രാജ്കുമാർ ദോ, അബ് ഹം ബച്ച് നഹി സക്തേ. ഇനി നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. രാജ്കുമാർ തീൻ, ഷേർ ഹമേ ഖാ ഹി ജായേഗ. സിംഹം നമ്മെ തിന്നു തന്നെ കളയും. രാജ്കുമാർ ദോ, അരെ വഹാ ദേഖോ കോൻ ആ രഹാ ഹെ. എടോ അങ്ങോട്ട് നോക്കൂ, ആരാണാ വരുന്നത്? രാജ്കുമാർ തീൻ, അരെ വഹാ തോ ഗുരുജി ഹെ. എടോ അത് ഗുരുജിയാണല്ലോ. ഗുരുജി പാസ് ആ ജാത്തേ ഹെ. ഗുരുജി അടുത്തെത്തുന്നു. രാജ്കുമാർ ദോ, ഗുരുജി ഹം ലോഗ് സങ്കട്ട് മേ പഡ് ഗയേ ഹെ. ഗുരുജി ഞങ്ങൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ഗുരു, മേ ജാൻതാ ഹൂ.
എനിക്കറിയാം. രാജ്കുമാർ ഏക് ഗുരുജി ഹമാരി ജീവൻ ബച്ചായിയെ. ഗുരുജി ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചാലും. ഗുരു मुझे मालूम था कि तुम लोगों के अंदर अभी अहंकार बहुत है और तुम अपने ज्ञान का नुकसान भी कर सकते हो, इसलिए मैं तुम लोगों की पीछे पीछे आ रहा था. എനിക്കറിയാമായിരുന്നു നിങ്ങൾക്കുള്ളിൽ ഇപ്പോഴും അഹങ്കാരമുണ്ടെന്ന്, നിങ്ങൾ സ്വന്തം അറിവിനെ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന്. അതിനാൽ ഞാൻ നിങ്ങൾക്ക് പുറകെ വരികയായിരുന്നു. രാജ്കുമാർ ഏക് ഗുരുജി മുझसे बड़ी गलती हो गई है, शेर हम सबको खा जाएगा. ഗുരുജി എന്നിൽ നിന്നും വലിയ തെറ്റ് സംഭവിച്ചിരിക്കുന്നു, സിംഹം നമ്മെ എല്ലാം തിന്നുകളയും. ഗുരുജി अब मैं अपनी ज्ञान से इस शेर को बकरी बना दूंगा. ഇനി ഞാൻ എൻ്റെ അറിവ് കൊണ്ട് ഈ സിംഹത്തെ ആടാക്കി മാറ്റും. ഗുരുജി മന്ത്ര പഠിത്താ ഹെ, ഷേർ ബക്രി ബൻ ജാത്താ ഹെ और മിമ്യാനെ ലഗ്താ ഹെ. ഗുരു മന്ത്രം ജപിക്കുന്നു, സിംഹം ആടായി മാറുകയും കരയുകയും ചെയ്യുന്നു. ഗുരുജി शिष्यों ध्यान रहे, वह ज्ञान जिससे अपने या दूसरों का नुकसान हो ज्ञान नहीं बल्कि अज्ञान होता है. ज्ञान तो सबके भलाई के लिए ही होता है. ശിഷ്യന്മാരെ ശ്രദ്ധിച്ചാലും നമ്മുടെയോ മറ്റുള്ളവരുടെയോ നാശത്തിന് കാരണമാകുന്ന അറിവല്ല, അജ്ഞതയാണ്. അറിവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. സഭി അഭിനേത ഏക് സാത്ത് കई बार कहते हैं ज्ञान तो सबका भलाई के लिए ही होता है. എല്ലാ അഭിനേതാക്കളും ഒരുമിച്ച് പലതവണ പറയുന്നു, അറിവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. വഹ് ദേക്കോ അത് നോക്കൂ, ബച്ചായിയെ രക്ഷിച്ചാലും, അന്തർ ഉള്ളിൽ, നുക്സാൻ നഷ്ടം, ബഡി ഗൽത്തി വലിയ തെറ്റ്, ബക്രി ആട്, ധ്യാൻ രഹേ ശ്രദ്ധിച്ചാലും, അജ്ഞാൻ അജ്ഞത, ഭലായി നന്മ, ഏക് സാത്ത് ഒരുമിച്ച്, കൈ ബാർ പലവട്ടം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ? താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.